എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഗ്യാസ് മേലോട്ട് ചീനിച്ചട്ടി എടുത്ത് വെച്ചു. ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ, ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി. അപ്പോൾ നമ്മളിതേ 1/2 ടീസ്പൂൺ കടുക്, വേണ്ട നമ്മളുടെ ഇതുണ്ടല്ലോ ഉള്ളി, സവാള, അതൊരു 4 എണ്ണം തൊണ്ട് കളഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇട്ടോട്ടെ. ഒരു 4 പച്ചമുളക്, അത് നല്ല എരിവുള്ളത്, അതിനും ചെറുതായിട്ടൊന്ന് അരിഞ്ഞു, അതും കൂടെ ഒന്ന് ഇട്ടു. ഒരു 8-10 കഷ്ണം വെളുത്തുള്ളി തുറഞ്ഞ് അതിനെ ഒന്ന് എടുത്തിട്ട് ചതച്ചെടുത്തതാണ്. അതിനെ കൂടി ഇട്ട് നമുക്കൊരു പകുതി, മൊത്തം മരിക്കേണ്ട, ഒരു പകുതിയെങ്കിലും ഒന്ന് നല്ലപോലെ വാട്ടിയെടുക്കാം. 1/2 സ്പൂണേ ഉപ്പും കൂടെ അങ്ങോട്ടിട്ട് വാട്ടാം, അപ്പോൾ പെട്ടെന്നായിക്കോളും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കണ്ട. അപ്പോൾ 1/2 ടീസ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു ടീസ്പൂൺ നിറച്ച് വേണം, എന്നാലേ ഇച്ചിരി എരിവൊക്കെ കിട്ടത്തുള്ളൂ. മുളക് പൊടി, തക്കാളി പൊടിയായിട്ട് അരിയണം. വലിയതാണെങ്കിൽ ഒരു 3 എണ്ണം മതി, ചെറുതാണെങ്കിൽ 4 എണ്ണം വേണം. ഇച്ചിരി പുളിയൊക്കെ വേണ്ടേ, അതും കൂടെ ഒന്ന് കിടന്നോട്ടെ. ഒന്ന് ഇളക്കി നല്ലതുപോലെ ആക്കിയെടുക്കട്ടെ. ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത്. ഇതിനെ സൂചി ഗോതമ്പെന്നും പറയും, ഹിന്ദിയിൽ ഡലിയ എന്നും പറയും. ദലിയ. അത് വാങ്ങിച്ചിട്ട് ഒരു 4 പേർക്ക് കഴിക്കണമെങ്കിൽ, വയറ് നിറച്ച് കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് 250 ഗ്രാമിൻ്റെ ജഗ്ഗാണ്, കപ്പ്. ഈ കപ്പ് 2 പ്രാവശ്യം എടുക്കണം കണ്ടോ. 2 കപ്പ് നിറച്ച് കണ്ടോ. 250 ഗ്രാം, അപ്പോൾ 1/2 കിലോ വന്നു. ഇതിനെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. കഴുകുമ്പോൾ സൂക്ഷിക്കണം, കൈ ഇങ്ങനെ പിടിച്ചിട്ട് പോവരുതല്ലോ. അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക്, ഞാൻ കാണിച്ചല്ലോ 1/2 കിലോ എന്നുള്ളത്, 1/2 കിലോ വെന്ത് നമുക്ക് കറക്റ്റ് കിട്ടണമെങ്കിൽ 1 ലിറ്റർ വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനെ പറ്റിച്ചെടുക്കാം. ഇച്ചിരി വെള്ളമേ ഉണ്ടെങ്കിലും നമുക്കതിനെ കറക്റ്റാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഇത് 250 ഗ്രാം 2 പ്രാവശ്യം ഇതിനെ അളന്നപ്പോൾ 500 ഗ്രാമായി. അപ്പോൾ 500 ഗ്രാമിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ 4 കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിക്കണം കണ്ടോ. ഇത് ആയി വരുമ്പം 2 വിസിൽ കേട്ടാൽ മതി കേട്ടോ. 2 വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് താഴെ ഇറക്കി വെച്ചിട്ട് നമുക്ക് തുറന്നെടുക്കാം. അല്പം വെള്ളം ഇതിനകത്തിൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിലും പേടിക്കണ്ട, കുഴപ്പമില്ല, നമുക്കതിനെ ശരിയാക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇട്ടിട്ട് നമുക്ക് വേവിച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് കയറ്റാം. അപ്പോൾ അതെല്ലാം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും എപ്പോഴും ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുവേ. അപ്പം നമ്മൾ എന്നും ഒന്ന് തന്നെ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇതും ഗോതമ്പ് തന്നെയാണല്ലോ, അപ്പോൾ ഇങ്ങനെയും കൂടെ ഉണ്ടാക്കി കഴിക്കണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ വേണ്ട മീഡിയത്തേലിട്ടു. ഗ്യാസ് നമ്മളെപ്പോഴും മീഡിയത്തേൽ. അത് കഴിഞ്ഞിട്ട് 250 250 2 കപ്പിന് 4 കപ്പ് തന്നെ വെള്ളം വേണം. ഏത് കപ്പിനെടുക്കുന്നോ ആ കപ്പിന് ഡബിൾ വേണം കേട്ടോ, 4 കപ്പ്. എന്നിട്ട് നന്നായിട്ട് വെന്ത് വെള്ളമില്ല, പറ്റിയും പോയി. ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മസാലയുടെ കൂട്ടിയിട്ട് ഞാൻ ഇതിനകത്തിലോട്ട് കൊട്ടിയിടും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇതെല്ലാം റെഡിയായി. ഒരു പിടി മല്ലിയില എടുത്തു, ലാസ്റ്റിലേനും വേണ്ടതെന്നൊന്ന് ഇട്ടു കണ്ടോ. എന്നിട്ട് എല്ലാവരും ഇഷ്ടാനുസരണം കഴിക്കുക. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.